ടോക്കിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഐ ഷുഡ് സ്പീക്ക് സംതിങ് അബൌട്ട് പ്രൊഫസർ രാമേന്ദ്രൻ. 1922 എറണാകുളം എന്ന സ്ഥലത്ത് ജനിക്കുകയും അദ്ദേഹത്തിന്റെ BSc MSc മദ്രാസ് യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ PhDക്ക് ജോയിൻ BSc ഡോക്ടർ ഓഫ് സയൻസ് ജോയിൻ ചെയ്യുകയും ഡോക്ടർ സി വി രാമന്റെ കൂടെ ക്രിസ്റ്റൽ ഫിസിക്സിലും ക്രിസ്റ്റൽ ഒപ്റ്റിക്സിലും വർക്ക് ചെയ്തു. ശേഷം അദ്ദേഹം കാവൻഡിഷ് ലാബോറട്ടറിയിൽ എക്സ്റേ ഡിഫ്യൂസ് കാറ്ററിങ്ങിനെ പറ്റി ഏരിയയിൽ റിസർച്ച് ചെയ്യുകയും തിരിച്ച് 2 വർഷത്തിന് ശേഷം തിരിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സിന്റെ രൂപീകരണത്തോടെ അദ്ദേഹം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറായിട്ട് അങ്ങോട്ട് മാറുകയും പിന്നീട് അദ്ദേഹം 1970 അവിടുന്ന് റിസൈൻ ചെയ്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ വന്നിട്ട് MBA മോളിക്കുലർ ബയോഫിസിക്സ്, ഇന്നത്തെ മോളിക്കുലർ ബയോഫിസിക്സ് യൂണിറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സയന്റിഫിക് കോൺട്രിബ്യൂഷൻസ് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത സമയത്താണ് JD ബെർണൽ ബ്രാഗിന്റെ സ്റ്റുഡന്റ് ആണ്. ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ജെന്റിൽമാൻ സയന്റിസ്റ്റ് the science has ever seen എന്ന് പറയുന്നത് സേജ് ഓഫ് സയൻസ് എന്ന പുള്ളിക്കാരനെ അറിയപ്പെടുന്നത് JD ബെർണൽ ബ്രാഗിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ വരികയും ഒരു ചർച്ചയ്ക്കിടയിലാണ് കൊളാജൻ എന്ന ഒരു സബ്ജക്ട് ഏരിയയെ പറ്റിയും അദ്ദേഹത്തിന്റെ റിസർച്ചിനെ പറ്റി പ്രപ്പോസ് ചെയ്ത് കൊടുക്കുന്നത്. കൊളാജൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളുടെ മനുഷ്യ ശരീരത്തിൽ അല്ലെ ഏത് ജീവശരീരത്തിൽ ഏറ്റവും മേജറായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ പ്രോട്ടീനാണ്. ആക്ച്വലി നമ്മുടെ ടെൻഡനെ ബോണിനെയും മസിലിനെയും കൊണ്ട് പിടിച്ചു നിർത്തുന്ന ടെൻഡനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് കൊളാജനാണ്. ഈവൻ എല്ലിന്റെ പല്ല് എന്ന് പറയുന്നത് പോലും ഇറ്റ്സ് എ കൊളാജൻ ഓൺ വിച്ച് we have these mineral crystals on that collagen. സോ ശരീരത്തിന്റെ ഏത് ഭാഗം എടുത്തു നോക്കിയാലും കൊളാജൻ എന്നത് ഒരു മേജർ പ്രോട്ടീൻ മോയിറ്റിയാണ്. അപ്പം അത് പ്രപ്പോസ് ചെയ്ത് പ്രമാണിച്ചാണ് അദ്ദേഹം കൊളാജന്റെ സ്ട്രക്ചറൽ സ്റ്റഡീസിനെ പ്രവേശിക്കുന്നതും. അദ്ദേഹം 1954 ആദ്യം ട്രിപ്പിൾ ഹെലിക്സിന്റെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തു. കോയിൽ എന്ന സ്ട്രക്ചറാണ് പുള്ളിക്കാരൻ പ്രപ്പോസ് ചെയ്തത്. അങ്ങനെ നേച്ചർ 1955 ആദ്യം സ്ട്രക്ചർ പബ്ലിഷ് ചെയ്തു. എങ്കിലും വാട്സൺ നമ്മുടെ DNA സ്ട്രക്ചർ സോൾവ് ചെയ്ത് വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന പ്രൊഫസർ ഇതിനെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയും ഈ സ്ട്രക്ചർ സച്ച് സ്ട്രക്ചർ ഇഫ് യു ആർ ടേക്കിംഗ് as a whole it is the structure is correct, but സീക്വൻസോ അതിന്റെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പുള്ളിക്കാൻ എന്താ പറയുക പ്രൊഫസർ ക്രിക്ക് പ്രോബ്ലം പറഞ്ഞു. അങ്ങനെ പ്രൊഫസർ ക്രിക്ക് വേറൊരു സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തു. കാരണം പറഞ്ഞ ഏറ്റവും വലിയ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറിക്കലി സ്റ്റീരിയോ കെമിക്കൽ സെലക്ട് ആയത് ഒരു ഇൻകറക്റ്റ് മോഡലാണ് എന്നാണ് ക്രിക്ക് പ്രപ്പോസ് ചെയ്തത്. എന്നാൽ ഇതൊരു അവസരമാക്കി പ്രൊഫസർ രാമേന്ദ്രൻ പ്ലോട്ട് എന്ന വൺ ഓഫ് ദ ഫസ്റ്റ് ഡാറ്റാബേസ് അനാലിസിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും കെമി ഇൻഫോർമാറ്റിക്സ് ആ ഏരിയയിൽ. വൈ ദീസ് സം ആംഗിൾസ് ആർ പ്രിഫേർഡ് ഓവർ ദ അനദർ. ഓക്കെ, അങ്ങനെ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് കാർബണൈൽ ഗ്രൂപ്പ്, അതായത് ഇഫ് യു ആർ ടേക്കിംഗ് ആൽഫ അമിനോ ആസിഡ്സ്, ദ കാർബണൈൽ എൻഡും ദ അമിനോ എൻഡും ഉള്ള ആ ടോർഷൻ ആംഗിൾ കാർബണൈൽ എൻഡിൽ നിന്ന് സൈ ആംഗിളും മറ്റേത് ഫൈ ആംഗിളും വെച്ച് അദ്ദേഹം ഒരു കോറിലേഷൻ ഡയഗ്രാം ഉണ്ടാക്കുകയും അലൗഡ് കൺഫോർമേഷൻസിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തുകയും ചെയ്തു പ്രമാണിച്ച് അദ്ദേഹം 2 റീജിയൻസ് ആണ് ഐഡന്റിഫൈ ചെയ്തത്. ഒന്ന് ഒരു റെഡ് റീജിയൻ, ദാറ്റ് ഇസ് കൺഫോർമേഷൻസ് വിത്ത് മിനിമം സ്റ്റെറിക് ക്ലാഷസ്, വിച്ച് ഈസ് ദ അലൗഡ് റീജിയൻ, ആൻഡ് വി കോൾ ഇറ്റ് ആസ് ആൽഫ ഷീറ്റ് ആൻഡ് ആൽഫ ഹെലിക്കൽ ഷീറ്റ്. And the other one is the yellow regions. That is, it's slightly shorter. We can make some concessions. That's slightly shorter van der Waals radius used for calculations. And ആ ഏരിയയിൽ നമ്മുടെ ആറ്റംസ് കുറച്ചും കൂടെ അടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രാമേന്ദ്രൻ പ്ലോട്ട് അന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്തുവെങ്കിലും ഇന്നും നമ്മൾ പ്രോട്ടീൻ സ്ട്രക്ചർ അനാലിസിസിന് നമ്മൾ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്ന
ഒരു പ്ലോട്ടാണ് നമ്മുടെ രാമേന്ദ്രൻ പ്ലോട്ട്. ഓക്കെ, അന്ന് പിന്നീട് ലാനസ് പോളിംഗ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഐ ഹാവ് ലിറ്റിൽ regret in my mind as to why I did not succeed in thinking like that. രാമേന്ദ്രൻ എന്ന സയന്റിസ്റ്റിന്റെ പ്രതിഭയെ അളന്ന് തൂക്കി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് കരുതാം. കാരണം ലാനസ് പോളിംഗ് ആൽഫ ഹെലിക്കൽ സ്ട്രക്ചേഴ്സ് പ്രപ്പോസ് ചെയ്ത്, പ്രോട്ടീന്റെ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചേഴ്സ് പ്രപ്പോസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പ്രൊഫസർ രാമേന്ദ്രൻ കൊളാജന്റെ സ്ട്രക്ചർ, ട്രിപ്പിൾ ഹെലിക്സ് സ്ട്രക്ചേഴ്സ് പ്രപ്പോസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പം എടുത്തു നോക്കുകയാണെങ്കിൽ DNA എന്ന സ്ട്രക്ചർ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണെങ്കിൽ രാമേന്ദ്രൻ പ്രപ്പോസ് ചെയ്ത കൊളാജന്റെ സ്ട്രക്ചർ അതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഒരു സ്ട്രക്ചറൽ കെമിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് കോയിൽ ഓഫ് കോയിൽ ഒക്കെ, ഇത് കോയിൽ ഓഫ് കോയിലാണ്. അതായത് ഇപ്പൊ നമ്മൾ സൂപ്പർമോളിക്കുലർ കെമിസ്ട്രിയിൽ പഠിക്കുമ്പോൾ സൂപ്പർ സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ പറയുന്ന ആ ലെവലിലുള്ള സ്ട്രക്ചറൽ പ്രപ്പോസലാണ് അന്ന് പ്രൊഫസർ രാമേന്ദ്രൻ മുന്നോട്ട് വെച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒബിച്വറിയിൽ ഹിന്ദു പത്രം എഴുതിയ ഒരു ആർട്ടിക്കിളാണ് ദ പ്രൈസ് ദാറ്റ് മീൻസ് ദ മാസ്റ്റർ. അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം എന്തുമാത്രം നോബൽ പ്രൈസ് അർഹിച്ചിരുന്നു എന്ന് ആ ഒരു സെന്റൻസിനകത്ത് നമുക്ക് അതിനകത്ത് റിഫ്ലക്ട് ചെയ്യും. ഹി ഡിഡ് നോട്ട് മിസ് ദ നോബൽ പ്രൈസ്, ബട്ട് ദ നോബൽ പ്രൈസ് മിസ്ഡ് എ ഗ്രേറ്റ് സയന്റിസ്റ്റ്. അങ്ങനെ ഒരാളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ സയൻസും വളരെ ഇഗ്നോർ ചെയ്തു പോയി എന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സയന്റിസ്റ്റ്, ഒരു സയൻസിലെ പ്രതിഭയാണ് പ്രൊഫസർ രാമേന്ദ്രൻ. ഇത് എൻ്റെ ഒരു ട്രിബ്യൂട്ടായിട്ട് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ റിസർച്ച് ഏരിയയിലേക്ക് കടക്കുകയാണ്. എൻ്റെ റിസർച്ച് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I work in the area of crystallography. ഓരോ മെറ്റീരിയൽസിന്റെ ആ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ, അതിന്റെ ഓർഡർ സ്ട്രക്ചേഴ്സ് അനലൈസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് നമുക്ക് ലഘുവായി പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഓഫ് റിസർച്ച് ആണ് ക്രിസ്റ്റലോഗ്രഫി. ഈ കാണുന്ന ഫിഗേഴ്സ് എല്ലാം നമ്മുടെ നേച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. അത് പല മിനറൽസിന്റെ രൂപത്തിൽ നേച്ചറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ് ഈ ഫിഗേഴ്സ് അല്ല. പറഞ്ഞു വരുമ്പോൾ ക്രിസ്റ്റലോഗ്രഫി ഒരു പുതിയ സബ്ജക്റ്റ് ഒന്നുമല്ല. ക്രിസ്റ്റലോഗ്രഫി എന്ന് പറയുന്നത് ഹ്യൂമൻ ഹിസ്റ്ററിയെക്കാളും പഴമയുള്ള ഒരു ഏരിയ ഓഫ് റിസർച്ച് ആണ്. കാരണം ഫസ്റ്റ് ക്രിസ്റ്റലോഗ്രഫേഴ്സ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പ്രോബബ്ലി ഇറ്റ് ഈസ് സ്പീഷീസ് ഓഫ് ഹോമോ ഇറക്ടസ്. ഓക്കെ, സോ archaeological studies it was evident that especially in the areas of India and China, ഹോമോ ഇറക്ടസ് സ്പീഷീസ് ക്വാർട്സ് ക്രിസ്റ്റൽസ് കളക്ട് ചെയ്ത് സൂക്ഷിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് സ്റ്റഡീസ് അവൈലബിൾ ആണ്. ഇറ്റ് കുഡ് ബി ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ആൻഡ് ഓൾസോ ടു മേക്ക് ടൂൾസ്. അപ്പം ഈ ക്രിസ്റ്റലോഗ്രഫി എന്ന വാക്ക്, അല്ലെ ക്രിസ്റ്റൽസ് എന്ന വാക്ക് ഡിറൈവ് ചെയ്ത് വന്നത് ഏൻഷ്യൻ ഗ്രീക്ക് വേർഡായ ക്രിസ്റ്റലോസ് എന്ന മീനിങ് റോക്ക് ക്രിസ്റ്റൽസ് അഥവാ ക്വാർട്സ് എന്ന വാക്കിൽ നിന്നാണ് ക്രിസ്റ്റൽ എന്ന വാക്ക് ഡിറൈവ് ചെയ്ത് വന്നത്. അതിന്റെ സ്റ്റഡീസ് എന്ന രീതിയിൽ ക്രിസ്റ്റലോഗ്രഫി എന്ന വാക്ക് വന്നത്. സോ നമ്മുടെ ക്രിസ്റ്റൽ എന്ന ഒരു വസ്തുവിനോട് നമ്മളുടെ ഉണ്ടായ ഒരു ഫാസിനേഷൻ, ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ എവല്യൂഷണറി പ്രോസസ് ഓഫ് ദ ക്രിയേഷൻ ഓഫ് അവർ കോൺഷ്യസ്നുമായിട്ട് വളരെ ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, പക്ഷെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാൽ തന്നെ ക്രിസ്റ്റൽസ് ഒരു സയന്റിഫിക് അപ്രോച്ചിൽ സ്റ്റഡി ചെയ്തു തുടങ്ങിയത് 1611 ജോഹാനസ് കെപ്ലറിന്റെ ദ 6 കോർണേഡ് സ്നോഫ്ലേക്സ് എന്ന സ്റ്റഡി ബുക്കിനകത്തു നിന്നാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം നോട്ട് ചെയ്തത് ഏത് സ്നോഫ്ലേക്സ് എടുത്താലും പല ഷേപ്പിലോ ഫോമിലോ ആണെങ്കിൽ പോലും, പല ഹാബിറ്റ്സ് കാണിച്ചാൽ പോലും അത് എപ്പോഴും ഒരു 6 ഫോൾഡ് സിമെട്രി എപ്പോഴും കാണിക്കും. ആ ഒരു ഒബ്സർവേഷൻ നോട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ there must be a cause why snow has the shape of a 6 cornered starlet. ഈ ഒരു ഒബ്സർവേഷനിൽ നിന്നാണ് നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു സിമെട്രിക്കൽ സ്റ്റഡീസിന്റെ ഒരു ഒബ്സർവേഷൻ നമുക്ക് ആദ്യമായിട്ട് എന്താ പറയുന്ന റിപ്പോർട്ടഡ് ഇതായിട്ട് കിട്ടിയിരിക്കുന്നത്. പിന്നീട് 1665 റോബർട്ട് ഹുക്ക് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതോടുകൂടി ക്രിസ്റ്റൽസിനെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റി. കാരണം
ക്രിസ്റ്റൽസിനെ അതിൻ്റെ മോർഫോളജി, അതിൻ്റെ സ്ട്രക്ചറൽ ഇത് പഠിക്കാൻ കുറച്ചുകൂടെ മൈക്രോസ്കോപ്പ് നമ്മളെ സഹായിച്ചു. Okay, so he made the speculation that crystals might be composed of a regular array of minute bodies. So ഇതാണ് റോബർട്ട് ഹൂക്ക് ക്രിസ്റ്റൽസിനെ പറ്റി മൈക്രോസ്കോപ്പിക് സ്റ്റഡീസ് നടത്തിയിട്ട് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത ഒരു പ്രപ്പോസൽ. പിന്നീട് 1600കളിലും നടന്ന ഒരു മേജർ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നിക്കോളാസ് സ്റ്റെനോ എന്ന ആളെന്ന് പറയാൻ കാരണം അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ഹി വാസ് നോട്ട് എ സയന്റിസ്റ്റ്. ആക്ച്വലി 37 വയസ്സ് മറ്റോ 40 വയസ്സിൽ കുറച്ച് മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഗോൾഡ് സ്മിത്ത് ആയിരുന്നു, പിന്നീട് ഒരു ഫിസിഷ്യൻ ആയിരുന്നു, പിന്നെ ജിയോളജിസ്റ്റ് ആയിരുന്നു, പിന്നീട് കാത്തലിക് ഇതിനകത്ത് പ്രീസ്റ്റായി, ബിഷപ്പായി, അങ്ങനെ ചെറിയ കാലം കൊണ്ട് പല പല മേഖലകളിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ബട്ട് ആസ് എ സയന്റിസ്റ്റ് ഹി വാസ് നോട്ട് an academician. പക്ഷെങ്കിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു പ്രപ്പോസൽ ഇന്നും വാലിഡ് ആണ്. കാരണം ഒരു ക്രിസ്റ്റൽ അതിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായി എന്നോ അതായത് ഒരു മെറ്റീരിയലിന്റെ, ഒരു കമ്പൗണ്ടിന്റെ ക്രിസ്റ്റൽ അതിന്റെ സോഴ്സോ അത് എങ്ങനെ ഉണ്ടായി എന്നോ ഇഗ്നോർ, അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ഈസ് ദ സോഴ്സ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഉപ്പ് കടലിൽ നിന്ന് എടുത്താണെങ്കിലും ഞാൻ ലാബിൽ നിന്ന് എടുത്താണെങ്കിലും അതിന്റെ ക്രിസ്റ്റൽസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് തമ്മിലുള്ള കറസ്പോണ്ടിങ് ഫേസസ് തമ്മിലുള്ള ആംഗിൾസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇറ്റ്സ് കോൾഡ് ദ ലോ ഓഫ് കോൺസ്റ്റൻസി ഓഫ് ആംഗിൾസ്. ആ ഒരു ലോ ഇപ്പോഴും വാലിഡ് ആണ്. അതുപോലെ തന്നെ നടന്ന വേറൊരു ഡെവലപ്മെന്റ് ആണ് റീനെ ജസ്റ്റ്ഹോയുടെ ഒരു ഒബ്സർവേഷൻ. അദ്ദേഹം കാത്തലിക് റിലീജിയനിൽ ഒരു പ്രീസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ എന്തായിരുന്നു വെച്ചാൽ ക്രിസ്റ്റൽസ് നമുക്ക് പ്രത്യേക പ്ലെയിനുകളിൽ ഈസിയായിട്ട് ക്ലീവ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു അദ്ദേഹം നടത്തിയ ഒരു ഒബ്സർവേഷൻ. ആ സമയത്താണ് കോണ്ടാക്ട് ഗോണിയോമീറ്ററും റിഫ്ലക്റ്റീവ് ഗോണിയോമീറ്ററും ഒക്കെ നിലവിൽ വന്നത്. അദ്ദേഹം അത് ഉപയോഗിച്ച് ക്രിസ്റ്റലുകളെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും എമറാൾഡിന്റെയും ബെറിലിന്റെ ക്രിസ്റ്റൽസ്, ദേ ആർ നാച്ചുറലി അവൈലബിൾ ക്രിസ്റ്റൽസ്. സോ അദ്ദേഹം ആ ക്രിസ്റ്റലുകളെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതേ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. ഈ രണ്ട് ക്രിസ്റ്റൽസും ലുക്ക് വൈസ് ഡിഫറെന്റ് ആണെങ്കിലും സെയിം മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. അന്ന് ആർക്കും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം എമറാൾഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ പ്രീഷ്യസ് സ്റ്റോൺ. ഓക്കെ, അതിന്റെ ഗ്ലോയും അതിന്റെ ലസ്റ്ററും എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് ബെറിലിനെ വെച്ച് നോക്കുമ്പോൾ. കാലങ്ങൾ കഴിഞ്ഞു നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വന്നു. കാരണം അത് ബെറിലിയത്തിന്റെ ഒരു മിനറൽ ആണെന്നും ബെറിലിയം അലൂമിനിയം സിലിക്കേറ്റ് രണ്ടിലും ബെറിലിയം അലൂമിനിയം സിലിക്കേറ്റ് തന്നെ ആയിരുന്നു എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. പിന്നീട് നടന്നൊരു ഡെവലപ്മെന്റ്, മേജറായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് അഗസ്റ്റേ ബ്രവിയുടെ. ഹി വാസ് എ മാത്തമാറ്റീഷ്യൻ. 2 ഒബ്സർവേഷൻസ്. ഒന്ന്, he calculated 14 unique lattices, crystal lattice 14 3-dimensional crystalline സിസ്റ്റത്തിൽ. അത് ഇന്നും വാലിഡ് ആണ്. വേറൊരു ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡം, അതായത് മോളിക്യൂൾസ് റാൻഡമായിട്ടല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പക്ഷെങ്കിൽ ഓർഡേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്തുവെങ്കിലും എന്നും ഡിഫറെന്റ് പ്ലെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/10 ഓഫ് നാനോമീറ്റർ, അതായത് ആങ്സ്ട്രം ലെവൽ ഡിസ്റ്റൻസിലാണ് മോളിക്യൂൾസ് പാക്ക് ചെയ്തേക്കുന്നത് എന്നാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ഇതാണ് എന്താ പറയുക, മോഡേൺ ക്രിസ്റ്റലോഗ്രഫിയുടെ ബിഗിനിങ് എറയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സം ഒബ്സർവേഷൻസ്. എന്നാൽ എക്സ്റേ ഡിഫ്രാക്ഷൻ, അതായത് ക്രിസ്റ്റൽ സ്റ്റഡീസിന് ഒരു ടേണിംഗ് പോയിന്റ് വന്നത് എക്സ്റേയുടെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ്. ഇൻ 1895 ബൈ റോംഗൻ. അദ്ദേഹം കാത്തോഡ് റേസ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പരിചയമില്ലാത്തൊരു റേ കണ്ടെത്തുകയും അദ്ദേഹത്തിന് മനസ്സിലായി പല വസ്തുക്കളിൽ കൂടെയും അതിന് പെനട്രേറ്റിംഗ് പവർ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലായി. അദ്ദേഹം ഉപയോഗിച്ച എക്സ്റേ ട്യൂബാണിത്. അദ്ദേഹം അടുത്ത ആദ്യത്തെ മെഡിക്കൽ എക്സ്റേ റോംഗന്റെ വൈഫിന്റെ ആയിരുന്നു. ആഫ്റ്റർ സീയിങ് ദാറ്റ് image, she made this statement, I have seen my death.
ഈ ഒരു എക്സ്റേ എന്ന ഒരു റേഡിയേഷൻ ക്രിസ്റ്റൽ സ്റ്റഡീസിൽ വളരെ നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. 1910-11 കാലഘട്ടത്തിലാണ് മാക്സ്വെൽ ലോയെ സോമർഫീൽഡിന്റെ കൂടെ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്യുന്നതും. അദ്ദേഹം ആ സമയത്ത് തന്നെയാണ് പീറ്റർ പോൾ ഇവാൾഡ് എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ഗ്രാജുവേഷന് വേണ്ടി സോമർഫീൽഡിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ക്രിസ്മസിന്റെ ഒരു അവധിക്കാലത്താണ് അവരുടെ ഡിസ്കഷനിടയിൽ ഒരു ഒബ്സർവേഷൻ വന്നത്. അതായത് ഇവാൾഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ക്രിസ്റ്റലിൽ തന്നെയാണ്. അതായത് ബട്ട് ഇവാൾഡ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാക്സ്വെൽ ലോയ്ക്ക് തുടങ്ങി. Thus working on the visible region of the spectrum and hence it's much larger than the spacing between the resonators in the crystal model. അപ്പോൾ ആ കാലത്ത് എക്സ്റേ എന്ന റേഡിയേഷൻ വാർത്താ പ്രാധാന്യം നേടിയ ഒരു റേഡിയേഷൻ ആയിരുന്നു, നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അന്നത്തെ പ്രധാനപ്പെട്ട ഒരു റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചർ ഓഫ് റേഡിയേഷൻസ് ആണ്. അപ്പം മാക്സ്വെൽ ലോയെ വിചാരിച്ചു, ആക്ച്വലി ഇഫ് എക്സ്റേസ് വെയർ എ വേവ് then the atoms in the crystals can cause them to diffract. അദ്ദേഹം ഒരു തിയററ്റിക്കൽ ഫിസിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ 2 എക്സ്പെരിമെന്റൽ ഫിസിസ്റ്റ് കൂട്ടുകാരുടെ ഹെൽപ്പോട് കൂടി ഈ എക്സ്റേ സെറ്റപ്പ് ഉണ്ടാക്കുകയും ആദ്യമായിട്ട് അവർ കോപ്പർ സൾഫേറ്റിന്റെ ക്രിസ്റ്റൽസിലാണ് ഡിഫ്രാക്ഷൻ റേഡിയേഷൻ നടത്തിയത്. പക്ഷെങ്കിൽ അവർക്ക് ഡിഫ്രാക്ഷൻ കിട്ടിയെങ്കിലും വളരെ ഈസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു diffraction pattern കിട്ടിയില്ല. So they tried with this zinc blende crystals and you can see the 4-fold symmetry and the 3-fold symmetry. നമുക്ക് ഈ സിമെട്രിയിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് ആർക്കും ഒരു കാര്യം മനസ്സിലാവും. സിമെട്രിയുടെ സെലക്ഷൻ റൂളിൽ ക്യൂബിക് ക്രിസ്റ്റൽസിന് എപ്പോഴും ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഒരു ക്രിസ്റ്റല് ക്യൂബിക് ആയിട്ട് ക്രിസ്റ്റലൈസ് ചെയ്യാണ്, ഒരു കമ്പൗണ്ട് ക്യൂബിക് ക്രിസ്റ്റലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു സിമെട്രി കണ്ടീഷൻ ഉണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് 4-fold സിമെട്രിയും 4 3-fold സിമെട്രിയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇതിനകത്ത് ബോത്ത് 4-fold സിമെട്രി ആൻഡ് 3-fold സിമെട്രി ഈസ് അവൈലബിൾ. അദ്ദേഹത്തിന് പക്ഷെങ്കിൽ ഇതൊന്നും അതായത് സ്ട്രക്ചർ അനാലിസിസ് അല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ്. കാരണം അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്യാൻ ആക്ട് ആസ് എ ഗ്രേറ്റിംഗ് ഫോർ ദ എക്സ്റേസ്. അതായിരുന്നു മാക്സ്വെൽ ലോയുടെ ഇൻട്രസ്റ്റ്. So he made the conditions when the crystals can diffract the X-rays. So for this work, he was awarded the Nobel Prize in 1914. And to commemorate this event, United Nations, UNESCO, as well as the IUCR, together celebrated the 100th year of crystallography and 400 years of the Kepler's studies. സോ 2014 നമ്മൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്രിസ്റ്റലോഗ്രഫി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ക്രിസ്റ്റൽ സ്റ്റഡീസിൽ, സ്ട്രക്ചറൽ സ്റ്റഡീസിൽ ഒരു വഴിത്തിരിവായത് ബ്രാഗ് ഫാദർ ആൻഡ് സൺ ഡുവയുടെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഹെൻറി ബ്രാഗ് യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിലെ പ്രൊഫസർ ആയിരിക്കുമ്പോൾ ലോറൻസ് ബ്രാഗ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 2ാമത്തെ ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫിസിക്സിൽ. അപ്പോൾ അവർ അവധിക്കാലത്താണ് അവർ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം ബ്രാഗ് ഉണ്ടാക്കിയ എക്സ്റേ സ്പെക്ട്രോമീറ്റർ അവിടെ അവൈലബിൾ ആണ്. സോ ദേ ക്യാൻ പ്രിസൈസ്ലി ടേൺ ദ ക്രിസ്റ്റൽസ് സോ ദാറ്റ് ദേ ക്യാൻ മെഷർ ദ എനർജി ഓഫ് ദ റിഫ്ലക്ഷൻസ് ഫ്രം ഡിഫറെന്റ് ക്രിസ്റ്റൽ ഫേസസ്. അതായിരുന്നു അവരുടെ റിസർച്ച് ഇൻട്രസ്റ്റ്. അപ്പോൾ അവര് മൗണ്ട് ചെയ്ത ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽസ് ആയിരുന്നു. പക്ഷേ അൺലൈക്ക് ലോയയുടെ കേസിനേക്കാളും ലോറൻസിന്റെ ഒബ്സർവേഷൻ വ്യൂ പോയിന്റ് ഡിഫറെന്റ് ആയിരുന്നു. ലോയയ്ക്ക് ക്രിസ്റ്റൽസ് ക്യാൻ ആക്ട് ആസ് എ ഗ്രേറ്റിംഗ് ഫോർ എക്സ്റേസ് എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ലോറൻസിന്റെ കൺസെപ്റ്റ് വേറെ ആയിരുന്നു. ഇറ്റ് ഈസ് ഹാവിംഗ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ സ്ട്രക്ചർ വിതിൻ ദ ക്രിസ്റ്റൽ. അതായിരുന്നു ലോറൻസിന്റെ കൺസെപ്റ്റ്. സോ ഹി analyze the structures, the diffraction in terms of the reflection conditions. ലോയെ അത് ട്രാൻസ്മിഷൻ മോഡിലാണ് അനലൈസ് ചെയ്തതെങ്കിൽ ബ്രാഗ് അത് റിഫ്ലക്ഷൻ കണ്ടീഷനിൽ അനലൈസ് ചെയ്യുകയും
ഒരു രണ്ട് അഡ്ജസന്റ് വേവ്സ് എപ്പോഴും പോസിറ്റീവായിട്ട് ഇന്റർഫിയർ ചെയ്യണം, കൺസ്ട്രക്റ്റീവായിട്ട് ഇന്റർഫിയർ ചെയ്യണമെങ്കിൽ പാത്ത് ഡിഫറൻസ് അതിന്റെ വേവ് ലെങ്തിന്റെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിരിക്കണമെന്ന ആ ഒരു കണ്ടീഷൻ അദ്ദേഹം ഡിറൈവ് ചെയ്തെടുക്കും. അത് പ്രമാണിച്ച് നമുക്ക് ഇപ്പോൾ പരിചയമുള്ള 2d sin θ എന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം സോഡിയം ക്ലോറൈഡിന്റെ സ്ട്രക്ചറും സോൾവ് ചെയ്തു. എന്നാൽ ഈ ബ്രാഗ് ഇക്വേഷന് ഒരു ജോമെട്രിക്കൽ കൺസ്ട്രക്റ്റിൽ, അതായത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കോറിലേഷൻ, എന്താ പറയുന്ന വേവ് വെക്ടറുകളും ഡിഫ്രാക്ഷൻ ആംഗിളും റെസിപ്രോക്കൽ ലാറ്റിസും. ഓക്കെ, റെസിപ്രോക്കൽ ലാറ്റിസിനെ പറ്റി ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞുതരാം. റെസിപ്രോക്കൽ ഇപ്പൊ നമ്മൾ മിററിൽ നമ്മളുടെ ഇമേജ് കാണുമ്പോൾ എപ്പോഴും നമ്മളൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഡയറക്റ്റ് സ്പേസ് എന്ന് നമ്മുടെ ക്രിസ്റ്റൽസ് ഇരിക്കുന്നത് റിയൽ സ്പേസിനെ നമ്മൾ ഡയറക്റ്റ് സ്പേസ് എന്നും, നമുക്ക് കിട്ടുന്ന റിഫ്ലക്ഷൻസ്, അതായത് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒരു റെസിപ്രോക്കൽ സ്പേസിലുമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു ഇൻവേർട്ടഡ് ഇതാണ്. അതായത് ഇപ്പം നമ്മുടെ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ABC ആണെങ്കിൽ റെസിപ്രോക്കൽ ലാറ്റിസിൽ അത് 1/A 1/B 1/C അതിന്റെ ആ ഒരു റേഷ്യോയിലായിരിക്കും നമുക്ക് റെസിപ്രോക്കൽ കിട്ടുന്നത്. നമ്മുടെ ഡയറക്റ്റ് സ്പേസിലുള്ള മിക്കവാറും എല്ലാ സിമെട്രി എലമെന്റ്സും റെസിപ്രോക്കൽ ലാറ്റിസിലും ഉണ്ടാവും. നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല, കാരണം നമുക്ക് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ റെസിപ്രോക്കൽ ലാറ്റിസിലാണ്. അപ്പൊ നമുക്ക് റെസിപ്രോക്കൽ ലാറ്റിസിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് സ്ട്രക്ചർ സോൾവ് ചെയ്യാനും ആ സ്ട്രക്ചർ മോഡൽ ഉണ്ടാക്കാനും. ഓക്കെ, അപ്പം ആ റെസിപ്രോക്കൽ ലാറ്റിസും നമ്മുടെ ഡയറക്റ്റ് സ്പേസും ഡയറക്റ്റ് ഇതും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ടാക്കണമെന്നുണ്ട്. കോറിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ജോമെട്രിക് കൺസ്ട്രക്ട് പീറ്റർ പോൾ ഇവാൾഡ് പ്രപ്പോസ് ചെയ്തത്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളിപ്പം ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുക. ആ സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മുടെ റേഡിയേഷന്റെ 1/λ ആണ് അതിന്റെ റേഡിയസ്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ക്രിസ്റ്റല് ആ സ്ഫിയറിന്റെ നടുക്ക് വെക്കുകയും അതിന്റെ ഒറിജിൻ ഓഫ് ദ റെസിപ്രോക്കൽ ലാറ്റിസ് അതിന്റെ ആ വെക്ടറിന്റെ എൻഡിലും ആയിരിക്കും. ഈ റെസിപ്രോക്കൽ ലാറ്റിസ് പോയിന്റ്സ് എപ്പോ ഈ സർഫസിന്റെ ഈ സ്ഫിയറിന്റെ സർഫസിൽ വരുന്നോ അന്നേരം അത് റിഫ്ലക്ഷൻ, അതായത് ഡിഫ്രാക്ഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ആ മൊമെന്റിൽ അത് ബ്രാഗിന്റെ L λ 2d sin θ എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അത് ഡിഫ്രാക്ട് ചെയ്യും. അതാണ് പീറ്റർ പോൾ ഇവാൾഡ് പ്രപ്പോസ് ചെയ്ത ആ ഇവാൾഡ് സ്ഫിയർ എന്ന ജിയോമെട്രിക് മോഡൽ. ആക്ച്വലി ആ ജിയോമെട്രിക് മോഡൽ വളരെ ഉപകാരമായി എപ്പോൾ നമ്മുടെ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ്, അതായത് ഓട്ടോമേറ്റഡ് ഡിഫ്രാക്ഷനും ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു ജിയോമെട്രിക് കൺസ്ട്രക്ട് വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 1923 ആദ്യത്തെ ഓർഗാനിക് കമ്പൗണ്ട് സോൾവ് ചെയ്തത്. കാരണം നമുക്കറിയാം ഇനോർഗാനിക് കമ്പൗണ്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇനോർഗാനിക് കമ്പൗണ്ട്സ് അയോൺസ് എന്ന് പറയുന്നത് നമുക്കൊരു സ്ഫെറിക്കൽ മോഡൽ, നമുക്ക് സ്ഫെറിക്കൽ സ്പീഷീസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ ഓർഗാനിക് മോളിക്യൂൾസ് പല ഓക്വേർഡ് ഷേപ്പുകളും ഉണ്ടാവും ഒരു ഓർഗാനിക് മോളിക്യൂളിന്. അപ്പൊ നമുക്ക് ഇനോർഗാനിക് കമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ അനാലിസിസ് പോലെ ഈസി അല്ല നമ്മുടെ ഓർഗാനിക് കമ്പൗണ്ടിന്റെ സ്ട്രക്ചർ അനാലിസിസ്. അത് മാത്രമല്ല, പലപ്പോഴും ഓർഗാനിക് കമ്പൗണ്ട്സ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് വളരെ സിമെട്രി കുറഞ്ഞ ക്രിസ്റ്റൽ സിസ്റ്റത്തിലായിരിക്കും. ഈ സോഡിയം ക്ലോറൈഡ് മോസ്റ്റ് ഓഫ് ദി മിനറൽസ് എപ്പോഴും ക്യൂബിക് സിസ്റ്റത്തിലാണ് നമുക്ക് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ക്യൂബിക് സ്ട്രക്ചറിൽ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെങ്കിൽ ട്രൈക്ലിനിക്കോ മോണോക്ലിനിക്കോ ഓർത്തോറോംബിക് എന്ന് പറഞ്ഞ സിമെട്രി കുറഞ്ഞ സിസ്റ്റത്തിലേക്ക് മോളിക്യൂൾസ് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡാറ്റ വേണം, അനാലിസിസ് കുറച്ചും കൂടെ ഹെക്ടിക് ആയി മാറുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ ഈ ഓർഗാനിക് മോളിക്യൂൾസ് സ്റ്റഡി ചെയ്യാതിരുന്നത്. ആദ്യത്തെ ഓർഗാനിക് മോളിക്യൂൾ സ്റ്റഡി ചെയ്തത് ഹെക്സാമെഥിൽ ടെട്രാമൈൻ യൂറോട്രോപ്പിൻ എന്ന കമ്പൗണ്ട് ആണ്. ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ ഇരുന്നാൽ പോലും അതിന് ഒരു സിമെട്രി ഉണ്ട്, ഹൈലി സിമെട്രിക് ആയിട്ടുള്ള ഒരു ഓർഗാനിക് മോളിക്യൂൾ ആണ് അവർ സ്റ്റഡി ചെയ്തത്. അത് ക്രിസ്റ്റലൈസ് ചെയ്തതും ഹൈലി സിമെട്രിക് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലൈൻ സിസ്റ്റത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അത് ഈസി ആയിട്ട് അന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടും നമ്മുടെ ക്രിസ്റ്റലോഗ്രഫി, എക്സ്റേ ഡിഫ്രാക്ഷനും അതിന്റെ സ്ട്രക്ചേഴ്സിനും കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻസ് ആരും കൽപ്പിച്ചില്ല ആ സമയത്ത്. കാരണം ജോമെട്രിയും ഡ്രോയിങ്ങും ഒന്നും കെമിസ്ട്രി അല്ല എന്നൊരു കൺസെപ്റ്റിലായിരുന്നു നമ്മൾ കെമിസ്ട്രികളാണെന്ന്. പിന്നീട് 50കളിൽ ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി
വളർച്ച പ്രാപിച്ചപ്പോഴാണ് അവർക്ക് NMR വെച്ചിട്ടൊന്നും ഓർഗാനോമെറ്റാലിക് കമ്പോണ്ട്സ് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ മെറ്റൽസ് ദേ ആർ പാരാമാഗ്നറ്റിക്. അപ്പൊ NMR വെച്ച് സ്ട്രക്ചർ സോൾവ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് അവര് എക്സ്റേ ഡിഫ്രാക്ഷനെ ആശ്രയിച്ചത്. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഇതാണ് എക്സ്റേ സ്ട്രക്ചേഴ്സിന്റെ ഒരു ഗ്രോത്ത് പ്രൊഫൈലാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, 1965 ഒന്നും ഇല്ലാതിരുന്ന എക്സ്റേ ഡിഫ്രാക്ഷനും സ്ട്രക്ചർ ഡേറ്റയും ഇപ്പോൾ ഏതാണ്ട് 10 ലക്ഷത്തിന് മുകളിലായി നിൽക്കുന്നു. ഈ വിവരം കിട്ടുന്നത് നമ്മുടെ കേംബ്രിഡ്ജ് സ്ട്രക്ചറൽ ഡേറ്റാബേസ് എന്ന ഡേറ്റാബേസ് ഉണ്ട്, കേംബ്രിഡ്ജ് ക്രിസ്റ്റലോഗ്രാഫിക് ഡേറ്റാ സെന്ററിന്റെ ഡേറ്റാബേസ് ആണ്. അപ്പൊ നമുക്കിപ്പം ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ CCDCയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അത് അവർ ഒരു റെഫറൻസ് നമ്പർ തരും. ആ നമ്പർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെയെല്ലാം ഈ ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ട്. നമുക്കത് യൂസ് ചെയ്യാനും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്താനും ഇന്ററാക്ഷൻ സ്റ്റഡീസ് ഒക്കെ നടത്താനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് മനസ്സിലാവും, ഇതൊരു ലീനിയർ ഗ്രോത്ത് അല്ലായിരുന്നു. അറൌണ്ട് 2000 കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഗ്രോത്ത് എക്സ്പോണൻഷ്യലായിട്ട് മാറി. ഓക്കെ, ഇതിന് കാരണമായിട്ട് വന്നത് ആക്ച്വലി ദി എവല്യൂഷൻ ഓഫ് ഡിഫ്രാക്ടോമീറ്റേഴ്സ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ബ്രാഗിന്റെ സ്പെക്ട്രോമീറ്ററിൽ നിന്നും ആ സമയത്ത് മാസങ്ങളൊക്കെ എടുക്കുമായിരുന്നു സ്ട്രക്ചർ സോൾവ് ചെയ്യാനെങ്കിൽ. പിന്നീട് ആഴ്ചകൾ എടുക്കുന്ന മെഷീൻസ് വന്നു, ദിവസങ്ങൾ എടുക്കുന്ന മെഷീൻസ് വന്നു, മണിക്കൂറുകൾ എടുക്കുന്ന മെഷീൻസ് വന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ 15 തൊട്ട് 20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഡേറ്റ കിട്ടുന്ന മെഷീൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഈ ഒരു കാലയളവിൽ, ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എക്സ്റേ ഡിഫ്രാക്ഷൻ ഇറ്റ് ഹാസ് developed as a most powerful microscope available to science, and also it's interesting that we can see the molecular structures of crystals. ഇത് നമ്മുടെ ലബോറട്ടറി ബേസ്ഡ് എക്സ്റേ ഡിഫ്രാക്ടോമീറ്ററിന്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സിങ്ക്രോട്രോൺ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. വേറെ നമുക്ക് നമ്മളൊരു ഇലക്ട്രോൺ ബീമിനെ, അതായത് അറൌണ്ട് 300 മില്യൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുകയും അതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ സ്പെറിക്കലായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയും അതിന് നമ്മൾ ഹൈ ഇന്റൻസിറ്റി റേഡിയേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് ഹൈ ഇന്റൻസിറ്റി എക്സ്റേ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് വളരെ ചെറിയ ക്രിസ്റ്റൽസ് പോലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഡേറ്റ അനലൈസ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, സോ 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഇന്നോവേഷൻസ് ഒന്നായിട്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ കാരണം തന്നെ, ഇഫ് യു ക്യാൻ സീ ദ നമ്പർ ഓഫ് നോബൽ പ്രൈസസ് produced by these X-ray diffraction studies. It varies from physics to chemistry to biology to structural biology, structural chemistry. എല്ലാ ഏരിയയിലും, മാത്തമാറ്റിക്സ്, എല്ലാ ഏരിയയിലും വർക്ക് ചെയ്യുന്ന പല പേർക്ക് വർക്ക് ചെയ്യുന്നവർ, ക്രിസ്റ്റലോഗ്രാഫി ബേസ്ഡ് റിസർച്ച് ചെയ്യുന്നവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ ടേക്കിംഗ് ദ ഇന്റർനാഷണൽ ഡയറക്ടറി ഓഫ് ക്രിസ്റ്റലോഗ്രാഫേഴ്സ്, ഇന്റർനാഷണൽ ഡയറക്ടർ ഓഫ് ക്രിസ്റ്റലോഗ്രാഫേഴ്സ് എടുക്കുകയാണെങ്കിൽ അറൌണ്ട് 15% വിമൻ റെപ്രസെന്റേഷൻ ഉണ്ട്. മറ്റ് മേഖലകളെ വെച്ച് നോക്കുമ്പോൾ അത് കൂടുതലാണ് താനും. അപ്പം വളരെയേറെ നമ്പർ ഓഫ് വിമൻ, അതായത് നോട്ടബിൾ വിമൻ അവൈലബിൾ ആണ് ക്രിസ്റ്റലോഗ്രാഫിയിൽ. എങ്കിൽ ഞാൻ ഈ ഒരു അവസരത്തിൽ 3 പേരെ മാത്രം ഓർക്കുന്നു. ഒന്ന് കാത്തലിൻ ലോൺസ്ഡെയിൽ ആണ്, ബ്രാഗിന്റെ സ്റ്റുഡന്റ്. കെക്കുലെ 1965 മറ്റോ ആണ് ബെൻസിന്റെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യുന്നത്. പ്ലേനർ ആണെന്നും ആൾട്ടർനേറ്റ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട് ആണെന്നും പ്രപ്പോസ് ചെയ്യുന്നതെങ്കിൽ 1929 ബെൻസിൻ റിംഗ് ഫ്ലാറ്റ് ആണെന്ന് എക്സ്റേ ഡിഫ്രാക്ഷൻ വഴി പ്രൂവ് ചെയ്തത് കാത്തലിൻ ലോൺസ്ഡെയിൽ ആണ്. വേറൊരാളാണ് ഡൊറോത്തി ഹോട്ട്സ്കിൻ, who played a critical role in the structural analysis of vitamin B12, cholesterol, ഇൻസുലിൻ, പെൻസിലിൻ എക്സെട്ര. 1964 അത് അവർക്ക് നോബൽ പ്രൈസ് ലഭിക്കുകയും ചെയ്തു. വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആണ് റോസലിൻ ഫ്രാങ്ക്ലിൻ. എങ്ങും കേട്ടിട്ടില്ല എങ്കിലും DNA സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ അനാലിസിസിൽ ഏറ്റവും നിർണായകമായ ഫോട്ടോ 51 എന്ന ഇമേജ് എടുക്കുകയും അതിന്റെ സ്ട്രക്ചറൽ അനാലിസിസ് നടക്കാൻ ക്രിട്ടിക്കൽ റോൾ ചെയ്ത ഒരാളാണ് റോസലിൻ ഫ്രാങ്ക്ലിൻ. റോസലിൻ ഫ്രാങ്ക്ലിൻ മറ്റ് സ്ട്രക്ചറൽ മോളിക്യൂൾസ് ലൈക്ക് RNA, വൈറസസ്,
ഗ്രാഫൈറ്റ്, ഇതിന്റെ എല്ലാം സ്ട്രക്ചറൽ അനാലിസിസിലും she played a central role, but she died of cancer at the age of 37. Okay. So idana some of the women in crystallography. അത് കൂടാതെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ജൂഡിത്ത് ഹോവാർഡ് ഉണ്ട്, ജെന്നി പി ഗ്ലസ്കർ, അങ്ങനെ കുറേയേറെ വിമൻ ലേഡി സയന്റിസ്റ്റുമാർ ക്രിട്ടിക്കൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റലോഗ്രഫിയിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ഇതിനകത്തേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ക്രിസ്റ്റലോഗ്രഫിയിൽ നിന്ന് കുറച്ചും കൂടെ കൺഫൈൻഡ് ആയിട്ടുള്ള സിംഗിൾ ക്രിസ്റ്റൽ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ട ഒരു ഇത് ആവശ്യമായിട്ട് വേണ്ട ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റേ സോഴ്സ് തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്ട് കാത്തോഡ് നമ്മുടെ റോഞ്ചിന് ഉപയോഗിച്ച കാത്തോഡ് ടെക്നിക്ക് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ കോമ്പാക്റ്റും കുറച്ചുകൂടെ സേഫും കുറച്ച് റെഗുലേഷൻസ് ഒക്കെ ഉള്ള എക്സ്റേ ട്യൂബുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം എക്സ്റേ ട്യൂബിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഹൈ പൊട്ടൻഷ്യൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഹൈ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നു. അവിടുന്ന് ഇലക്ട്രോൺസ് വന്നിട്ട് മെറ്റാലിക്, നമുക്ക് ഒരു മെറ്റൽ ടാർജറ്റ് ഉണ്ടാവും. മോസ്റ്റ് കോമൺലി മോളിബ്ഡിനം ഓർ കോപ്പർ. മെറ്റൽ ടാർജറ്റിലേക്ക് വന്ന് ഇലക്ട്രോൺ വന്ന് ഇടിക്കുന്നു. അപ്പം ആ ഇടിക്കുന്നത് കൂടെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺസ് വന്ന് മെറ്റൽ ഷീറ്റിലേക്ക് ഇടിക്കുമ്പോൾ ആ എനർജി ലോസ് ഉണ്ടാകുന്നു. ആ എനർജി ലോസിനെ അത് ഒരു വൈറ്റ് എക്സ്റേ ആയിട്ട് വെളിയിൽ വിടുന്നു. ഓക്കെ, ആ എക്സ്റേ കൂടാതെ ആ മെറ്റലിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള രണ്ട് പീക്കുകൾ ഉണ്ടാവും. അതായത് ഇലക്ട്രോൺസ് വന്ന് ഇടിക്കുമ്പോൾ ഏറ്റവും ഇന്നറിലുള്ള കെ ഷെല്ലിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്ത് വെളിയിൽ കളയുകയും അടുത്ത ലെവൽ എൽ ലെവലിൽ നിന്നുള്ളത് എം ലെവലിൽ നിന്നുള്ള ഇലക്ട്രോൺസ് കെ ഷെല്ലിലേക്ക് വരുന്ന അനുസരിച്ച് നമുക്ക് കെ ആൽഫ റേഡിയേഷൻസും കെ ബീറ്റ റേഡിയേഷൻസും കിട്ടും. അങ്ങനെ രണ്ട് റേഡിയേഷൻസ് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫിൽട്ടർ വെച്ചിട്ട് ഈ റേഡിയേഷനെയും കെ ബീറ്റ റേഡിയേഷനെയും വൈറ്റ് റേഡിയേഷനെയും നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ കെ ആൽഫ ഹൈലി ഇന്റൻസ് ആയിട്ടുള്ള കെ ആൽഫ റേഡിയേഷൻ, അത് മോണോക്രോമാറ്റൈസ്ഡ് എക്സ്റേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്റ്റഡീസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് മോണോക്രോമാറ്റൈസ്ഡ് ആയിട്ടുള്ള കെ ആൽഫ റേഡിയേഷൻസ് കിട്ടി. മോസ്റ്റ് ഓഫ് ദ ഓർഗാനിക് മെറ്റീരിയൽസ് ആൻഡ് സ്മോൾ മോളിക്യൂൾ ക്രിസ്റ്റലോഗ്രഫിയിൽ നമ്മൾ മോളിബ്ഡിനം കെ ആൽഫ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാക്രോമോളിക്കുലർ ക്രിസ്റ്റലോഗ്രഫിയിൽ നമ്മൾ കോപ്പർ റേഡിയേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വേറെ ആവശ്യം വേണ്ട ഒരു ഘടകമാണ് നല്ല ക്രിസ്റ്റൽസ്. നല്ല ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വലിപ്പം കൂടിയ ക്രിസ്റ്റൽസ് അല്ല നമുക്ക് വേണ്ടത്. എല്ലാവരും നമ്മൾ വിചാരിക്കും നമുക്ക് ക്രിസ്റ്റൽസ് വേണമെന്ന് പറയുമ്പോൾ വളരെ വലിപ്പം കൂടിയ ക്രിസ്റ്റൽസ് ആണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെങ്കിൽ വലിപ്പം കൂടിയ ക്രിസ്റ്റൽസിനേക്കാളും ഡിഫക്ട് ഫ്രീ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് കിട്ടുവാണെങ്കിലാണ് ഏറ്റവും നല്ലത്. കാരണം ക്രിസ്റ്റലിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റേയുടെ റേഡിയേഷന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 0.3 mm ആണ്. 0.3 mm സൈസിനേക്കാളും ചെറിയ ക്രിസ്റ്റൽസ് വേണം നമുക്ക്. കാരണം നമ്മുടെ ക്രിസ്റ്റൽസ് എപ്പോഴും എക്സ്റേക്കകത്ത് ബേത്ത് ചെയ്ത് നിൽക്കണം. അപ്പോൾ എപ്പോഴും ആ എക്സ്റേ ബീമിനേക്കാളും ചെറുതായിരിക്കണം. 0.3 mm ആണ് നമ്മുടെ എക്സ്റേ ബീം എങ്കിൽ അതിനേക്കാളും ചെറിയ സൈസ് ക്രിസ്റ്റൽസ് വേണം നമുക്ക് ഉപയോഗിക്കാൻ. അതിനെ നമ്മളൊരു മൈക്രോസ്കോപ്പിന്റെ അടിയിൽ പല രീതിയിൽ നമ്മൾ ക്രിസ്റ്റൽ മൗണ്ട് ചെയ്യും. ഒന്ന് ഗ്ലാസ് ഫൈബറിന്റെ അറ്റത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ലൂപ്പിനകത്ത്, അല്ലെങ്കിൽ നമുക്ക് യു ക്യാൻ യൂസ് മൈക്രോ മൗണ്ട്സ്. പോളിമർ ബേസ്ഡ് മൈക്രോ മൗണ്ട്സ് അവൈലബിൾ ആണ്. ഇൻ കേസ് ക്രിസ്റ്റൽസ് പ്രോബ്ലമാറ്റിക് ആണ്, അതായത് അൺസ്റ്റേബിൾ ക്രിസ്റ്റൽസ് ആണെങ്കിൽ അതിന്റെ മദർ ലിക്വിഡോട് കൂടി നമ്മൾ ക്രിസ്റ്റൽസ് ക്യാപ്പിലറിക്കകത്ത് ഇറക്കി വെച്ച് അങ്ങനെ മൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ കളക്ഷന് ഉപയോഗിക്കും. സോറി, ക്രിസ്റ്റൽസ് ഇനി അടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽസ് നമ്മൾ മൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. ക്രിസ്റ്റൽസ് മൗണ്ട് ചെയ്ത് ഡിഫ്രാക്ടോമീറ്ററിൽ കൊണ്ട് വെക്കുന്നു. ഇതാണ് അതിന്റെ ബേസ് ഗോണിയോമീറ്റർ. ഇതാണ് നമുക്ക് പല ആംഗിളിൽ ക്രിസ്റ്റലിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഒരു അപ്പാരറ്റസ് ആണ് ഗോണിയോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ക്രിസ്റ്റലാണ്. ക്രിസ്റ്റൽ ഇവിടെ അറ്റത്ത് ക്രിസ്റ്റൽ ഇരിക്കുന്നു. ഈ 4 എന്ന് പറയുന്ന നമ്പർ അതിനകത്തൂടെയാണ് എക്സ്റേ വന്ന് വീഴുന്നത്. ഇതാണ് എക്സ്റേ കോളിമീറ്റർ എന്ന് പറയും. നമ്മൾ എക്സ്റേയുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് 0.3 അല്ലെങ്കിൽ 0.1 to 0.3 അല്ലെങ്കിൽ 0.3 to 0.5 എന്നുള്ള രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഡയറക്റ്റ് ബീം വന്ന് ഇതാണ് ഡിറ്റക്ടർ. ഡിറ്റക്ടറിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ബീം സ്റ്റോപ്പറും വെക്കും, ലേറ്റിന്റെ ബീം സ്റ്റോപ്പറും വെക്കും. ഓക്കെ, ഈ 3 എന്ന് പറയുന്നത് ക്യാമറയാണ്, ക്രിസ്റ്റലിനെ വ്യൂ ചെയ്യാനുള്ള ക്യാമറയാണ്. 5 എന്നുള്ളത് ക്രിസ്റ്റലിനെ കൂൾ ചെയ്യാനുള്ള ലിക്വിഡ് നൈട്രജൻ പാസ് ചെയ്യാൻ വേണ്ടിയുള്ള ട്യൂബാണിത്.
അപ്പോൾ നമ്മൾ എപ്പോഴും ക്രിസ്റ്റലിനെ നമ്മൾ സെൻറ്റർ ചെയ്യും. ആദ്യം വേണ്ടത് ക്രിസ്റ്റലിനെ ഒരു ക്രോസ് ഹെയർ ഉണ്ട്, ക്രോസ് ഹെയറിനകത്ത് സെൻറ്ററിൽ കൊണ്ടുവെക്കും. അതായത് നമ്മൾ ക്രിസ്റ്റലിനെ നമ്മൾ ഇനി പല ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ആ ക്രിസ്റ്റലിനെ എങ്ങും പോകാതെ, അതായത് ക്രോസ് ഹെയറിൽ തന്നെ നിൽക്കണം. ക്രോസ് ഹെയർ എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റലിന്റെ ഈ ഒരു ലൈനും എക്സ്റേയുടെ ലൈനും ക്യാമറയുടെ ലൈനും കൂടെ 3 ലൈനും കൂടെ മുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ ഒരു പോയിന്റ് ആണ് ആ ക്രോസ് ഹെയർ എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്റ്റൽ ഇനി എങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു പോയിന്റിൽ നിന്ന് മാറാതെ നമ്മൾ അതിനെ സെൻറ്റർ ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ എക്സ്റേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് എന്താ വെച്ചാൽ നമ്മൾ ഇനി ക്രിസ്റ്റലിനെ പല ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2θ റൊട്ടേഷൻ ഉണ്ടാവും. ഡിറ്റക്ടറിന്റെ മൂവ്മെന്റ്, അതായത് ഡിസ്റ്റൻസ് മാറ്റാൻ പറ്റും. അതുകൂടാതെ ഇനിയും മാറ്റാൻ നമുക്ക് പറ്റുന്നത് 5 ആംഗിൾ, അതായത് ക്രിസ്റ്റലിനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ആസച്ച് ഗോണിയോമീറ്റർ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു, കാപ്പ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ പല ആംഗിളിൽ നമുക്ക് ക്രിസ്റ്റലിനെ റൊട്ടേറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം റെസിപ്രോക്കൽ ലാറ്റിസിനെ ഇവാൾ സ്ഫിയറിന്റെ സർഫസിൽ കൊണ്ടുവരിക, അതാണ് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ക്രിസ്റ്റൽസ് നമ്മൾ പല ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. മാക്സിമം ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാക്സിമം നല്ലൊരു ക്രിസ്റ്റൽ മോഡൽ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്റേസ് ഉപയോഗിക്കുമ്പോൾ എക്സ്റേ നമ്മൾക്ക് ഒരു ആറ്റം ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിയുമായിട്ടാണ് നമ്മുടെ എക്സ്റേസ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻഫർമേഷനും ആ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ പറ്റിയായിരിക്കും. ഓക്കെ, അപ്പം ഈ നമുക്ക് കിട്ടുന്ന റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഈച്ച് സ്പോട്ട് കറസ്പോണ്ട്സ് ടു റിഫ്ലക്ഷൻ ഫ്രം സ്പെസിഫിക് ക്രിസ്റ്റൽ പ്ലെയിൻസ്. ഓരോ പ്ലെയിനിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് ഈ സ്പോട്ടുകളായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ഇൻഫർമേഷൻസ് ആണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇതിനകത്ത് കിട്ടേണ്ടത്. ഒന്ന് അതിന്റെ ഇന്റൻസിറ്റി, 2 അതിന്റെ ഫേസ്. ഓക്കെ, നമുക്ക് ഈ ഇന്റൻസിറ്റിക്കകത്തു നിന്ന് നമുക്ക് ഈ ഇന്റൻസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, പക്ഷെങ്കിൽ ഫേസ് ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് എക്സ്പെരിമെന്റിനകത്തു നിന്ന് നമുക്ക് വേണ്ട ഇൻഫർമേഷന്റെ പകുതിയിൽ കുറവ് ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. നമുക്ക് ആകെ കിട്ടുന്നത് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഫേസ് ഇൻഫർമേഷൻ നമുക്ക് ടോട്ടലി ലോസ്റ്റ് ആണ്. ഓക്കെ, വൈ ദിസ് ഫേസ് ഇൻഫർമേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇത്. അതിനകത്ത് ആംപ്ലിറ്റ്യൂഡിന്റെ ഫംഗ്ഷൻ ഇതാണ്, സ്ട്രക്ചർ ഫാക്ടർ എന്ന് പറയും. ഈ ഫേസിന്റെ ഇൻഫർമേഷൻ വരുന്നത് ഇവിടെ നിന്നുമാണ്. ഓക്കെ, പക്ഷെങ്കിൽ നമുക്ക് ഈ ആകെ കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് മാത്രമാണ്. സോ വി ക്യാൻ മെഷർ ദ റിഫ്ലക്ഷൻ ഇന്റൻസിറ്റീസ് and we can use that intensities to calculate the structure factors, and structure factors you can give the atomic positions also. But we need phase information to generate the image. Image ചെയ്യാൻ നമുക്ക് വേണ്ടത് ഫേസ് ഇൻഫർമേഷൻ ആണ്. കാൾ ആൻഡ് ഹാപ്റ്റ്മാൻ എന്ന് വെച്ചാൽ ഈ 2 സയന്റിസ്റ്റുകാരാണ് ഈ ഫേസ് അനാലിസിസ് ഡിറൈവ് ചെയ്യാൻ ഉള്ള ഡയറക്റ്റ് മെത്തേഡ് ഡെവലപ്പ് ചെയ്ത. അതിന് അവർക്ക് നൊബേൽ പ്രൈസ് ലഭിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണിത്. ആക്ച്വലി നമ്മൾ ഈ ഇമേജിനെ നമ്മൾ ഫ്യൂരിയർ ട്രാൻസ്ഫോം ചെയ്ത് അതിന്റെ ആംപ്ലിറ്റ്യൂഡും ഫേസ് ആയിട്ടും കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു മിക്സ് ദ ഇന്റൻസിറ്റി ഓഫ് കാൾ ആൻഡ് ദ ഫേസ് ഓഫ് ഹോഫ്മാൻ, we will get the information, the image of Hoffman. In the opposite way, if you mix the amplitude of Hoffman with the phase of Carl, you will get the information of Carl. So the phase information is the most important information that we need, and we have lost it in the experiment. ഇനി അപ്പം നമുക്ക് ക്രിസ്റ്റലോഗ്രാഫർ എന്ന ആളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇനി ആ ഫേസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ആ ഫേസും കൂടെ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മാത്രമേ സ്ട്രക്ചർ സൊല്യൂഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇപ്പൊ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിനെ പോലെ അല്ല, അതൊരു ഇമ്പോസിബിൾ എക്സ്റേ മൈക്രോസ്കോപ്പ് എന്ന് പറയാം. കാരണം നമുക്ക് ഒരു സ്പെസിമെന്റെ 2 അതായത് ഒബ്ജക്റ്റീവും ഐ പീസും വെച്ചിട്ട് നമുക്ക് അതിന്റെ എൻലാർജ് ഇമേജ് കിട്ടുമെങ്കിൽ എക്സ്റേയിൽ അങ്ങനെയല്ല. ആക്ച്വലി എക്സ്റേ വന്ന് ക്രിസ്റ്റൽസിൽ ബോംബാർഡ് ചെയ്യുകയും നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുകയും ചെയ്യും. നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഫേസ് യൂസിങ് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്, ആൻഡ് വി ഹാവ് ടു
get the electron density and atomic position. So അതാണ് ക്രിസ്റ്റലോഗ്രഫിയുടെ മെയിൻ തീം. അപ്പൊ നമുക്കൊരു സർക്കുലർ ഇതിനകത്ത് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഇലക്ട്രോൺ ഡെൻസിറ്റിയിൽ നിന്ന് നമുക്ക് എക്സ്റേ ഡിഫ്രാക്ഷൻ വഴി നമുക്ക് എക്സ്റേ വന്ന് വീണ് ഇലക്ട്രോൺ ഡെൻസിറ്റി അതിനെ ഡിഫ്രാക്ട് ചെയ്യുകയും നമുക്ക് പാറ്റേൺ കിട്ടുകയും ചെയ്യും. ആ പാറ്റേണിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചാൽ ഇന്റൻസിറ്റി ആണ്. സോ വി ഗെറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് ഇൻഫർമേഷൻ ആൻഡ് യൂസിങ് ദ കമ്പ്യൂട്ടേഷൻ മെത്തേഡ് വി ജനറേറ്റ് ദ ഫേസ് ഇൻഫർമേഷൻ and we make a structural model and we do the refinement back and forth. Okay, so this is the X-ray crystallography studies. ഇങ്ങനെ പറയുമെങ്കിലും each refinement cycle, it involves around 3.5 million calculations, including multiplications, exponential calculations and all. Okay, 3.5 million calculations എന്ന് പറയുമ്പോൾ computationally highly intensive calculations ആണ് ഈ refinement cycle ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പഴയ കാലത്തെക്കാളും ഇപ്പോൾ എക്സ്റേ ഡിഫ്രാക്ഷൻ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വന്നത്. കാരണം കമ്പ്യൂട്ടേഴ്സിന്റെ അവൈലബിലിറ്റിയും കമ്പ്യൂട്ടേഷണൽ പവറിന്റെ അവൈലബിലിറ്റി കൂടിയത് കാരണമാണ് നമുക്കിപ്പോൾ എക്സ്റേ ഡിഫ്രാക്ഷൻ കൂടുതൽ എഫക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രക്ചേഴ്സ് ആണ് കിട്ടുന്നത്, 3 dimensional സ്ട്രക്ചേഴ്സ് ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ചെറിയ മോളിക്യൂൾ ആണെങ്കിൽ കുറച്ച് നമ്പർ ഫ്യൂ ഹൺഡ്രഡ്സ് ഓഫ് ഡാൾട്ടൺ ആണെങ്കിൽ നമ്മൾ അതിനെ സ്മോൾ മോളിക്കുലർ ക്രിസ്റ്റലോഗ്രഫി എന്ന് വിളിക്കും. വലിയ മോളിക്യൂൾ ആണെങ്കിൽ പോളിമർ പ്രോട്ടീൻ ടൈപ്പ് മോളിക്യൂൾസ് ആണെങ്കിൽ നമ്മൾ അതിനെ മാക്രോ മോളിക്കുലർ ക്രിസ്റ്റലോഗ്രഫി എന്ന് വിളിക്കും. സോ നമുക്ക് സ്ട്രക്ചർ കിട്ടും. നമുക്ക് നമ്മുടെ സ്റ്റഡീസിന് മോളിക്കുലർ സ്ട്രക്ചേഴ്സ് മാത്രം പോരാ. കാരണം മോളിക്കുലർ സ്ട്രക്ചേഴ്സ് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ തരും, പക്ഷേ കുറച്ച് ഇൻഫർമേഷൻ തരുന്നത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് മോളിക്കുലർ സ്ട്രക്ചറിൽ നിന്ന് കിട്ടുന്നുള്ളൂ. നമുക്ക് വേണ്ടത് മോളിക്കുലർ സ്ട്രക്ചറിനേക്കാളും കൂടുതൽ ആഴത്തിലുള്ള ഇൻഫർമേഷൻ ആണ്. ഞാൻ പറഞ്ഞു വരുമ്പോൾ മാക്രോ മോളിക്കുലർ ക്രിസ്റ്റലോഗ്രഫി ഞാൻ പറഞ്ഞു സ്മോൾ മോളിക്യൂൾസ് എന്ന് വെച്ചാൽ ഫ്യൂ ഹൺഡ്രഡ്സ് ഓഫ് ഫ്യൂ തൗസൻഡ്സ് ഓഫ് ഡാൾട്ടൺ ആണെങ്കിൽ ദിസ് ഇസ് ഹ്യൂമൻ റൈബോസോം ആൻഡ് ഇറ്റ് ഈസ് അറൌണ്ട് 3.5 million ഡാൾട്ടൺ. സോ ഇതിന്റെ സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതിന്റെ സ്ട്രക്ചർ ഫംഗ്ഷൻ സ്റ്റഡീസിന് വേണ്ടിയാണ് വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ ഉൾപ്പെടെ 3 പേർക്ക് 2009 നോബൽ പ്രൈസ് മാക്രോ മോളിക്കുലർ ക്രിസ്റ്റലോഗ്രഫിയിൽ കിട്ടിയത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു അപ്പൊ മോളിക്കുലർ സ്ട്രക്ചേഴ്സ് മാത്രം നമുക്ക് മോളിക്യൂളിന്റെ സ്ട്രക്ചർ മാത്രം പോരാ, വി നീഡ് മോർ ഇൻഫർമേഷൻസ്. സ്ട്രക്ചർ ഇൻഫർമേഷൻ എടുക്കുമ്പോൾ നമുക്ക് 3 ടൈപ്പ് സ്ട്രക്ചറൽ ഇൻഫർമേഷൻസിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ഇൻഹറന്റ് സ്ട്രക്ചറൽ ഇൻഫർമേഷൻ, അതായത് ആ മോളിക്യൂളിന്റെ ഉള്ളിലുള്ള ഇൻഫർമേഷൻ, ആ മോളിക്യൂളിന്റെ ബോണ്ട്, ആംഗിള്, ടോർഷൻ ഒക്കെ ആയിട്ട് നമുക്ക് മോളിക്യൂളിന്റെ വിതിൻ ദാറ്റ് സ്ട്രക്ചർ ഇൻഫർമേഷൻ എംബഡഡ് വിതിൻ ദാറ്റ് സ്ട്രക്ചർ. ഇനി അടുത്തതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്ട്രക്ചറൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അത് ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് സ്ട്രക്ചർ. ഓക്കെ, അതിന്റെ ചുറ്റുപാടുള്ളതും അതിന്റെ ഇന്ററാക്ഷൻസും മറ്റുമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഡിസ്ക്രിപ്റ്റീവ് സ്ട്രക്ചർ. ദെൻ വിൽ കം ടു കൺസ്ട്രക്റ്റീവ് സ്ട്രക്ചർ. കൺസ്ട്രക്റ്റീവ് സ്ട്രക്ചർ എടുക്കാൻ നമുക്ക് ഒരു സ്ട്രക്ചർ പോരാ, ഒരു ലൈബ്രറി ഓഫ് സ്ട്രക്ചേഴ്സ് എടുത്ത് നമ്മൾ ഒരു കോറിലേഷൻ ഉണ്ടാക്കുകയാണ്. ഒരു സ്ട്രക്ചറിനെ പറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് സ്ട്രക്ചേഴ്സ് സ്ട്രക്ചറൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ബോണ്ട് ആംഗിളും സ്ട്രക്ചറും മാത്രം പോരാ. So if you are taking the descriptive structures, you can see what all informations you can get from X-ray crystallography, that you can get the information about conformations, interactions, phase transitions, packing index, etc. And also you get the information regarding the phase indexing, molecular environment and so on and so forth. ഈ പല ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രോൺ ഡെൻസിറ്റിയുമായിട്ടാണ് എക്സ്റേ ഇന്ററാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ചാർജ് ഡെൻസിറ്റി സ്റ്റഡീസിനകത്ത് നമുക്ക് ബോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ പറ്റും, ലിക്വിഡ് മെറ്റീരിയൽസിന്റെ ഇന്ററാക്ഷൻസും അതിന്റെ കോംപ്ലക്സുകളെ പറ്റി പഠിക്കാൻ പറ്റും. ഇനിയും നമ്മൾ അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇൻഫർമേഷനെ പറ്റി എടുത്തപ്പോൾ നമുക്ക് 1000 സ്ട്രക്ചേഴ്സ് എടുത്തിട്ട് നമുക്ക് ഒരു സ്ട്രക്ചറിനെ പറ്റി അനലൈസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ മൾട്ടി കമ്പോണന്റ് സിസ്റ്റം എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അമൈഡ് മോളിക്യൂളായിട്ട് കോംപ്ലക്സ് ചെയ്യാൻ പോകും. ഒരു മോളിക്യൂളിനെ കോംപ്ലക്സ് ചെയ്യുമ്പോൾ അത് കോംപ്ലക്സ് ചെയ്യുമെങ്കിൽ തന്നെ ഏത് ആംഗിളിൽ കൂടെ അത് ഇന്ററാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ കേംബ്രിഡ്ജ് സ്ട്രക്ചറൽ ഡേറ്റാബേസ് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനും
അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റീവ്ലി നമുക്ക് പറയാനും പറ്റണം. ആ ടൈപ്പ് സ്റ്റഡീസും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയും വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നമുക്ക് പ്രോപ്പർട്ടി എഞ്ചിനീയറിംഗ്. നമുക്ക് സ്ട്രക്ചർ കിട്ടി, ആ മോളിക്യൂളിന്റെ സ്ട്രക്ചർ കിട്ടി. ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചറിനെ നമുക്ക് 3 ഡയമെൻഷണൽ സ്ട്രക്ചറിനെ നമുക്ക് മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ മോളിക്കുലർ ക്രിസ്റ്റൽസ് ദേ ആർ ബ്രിട്ടിൽ. നമ്മൾ തട്ടുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകുന്ന ക്രിസ്റ്റൽസ് ആണ്. നമുക്ക് കാണാൻ പറ്റും ആ ക്രിസ്റ്റൽസ് വളരെ ബ്രിട്ടിലാണ്. ഓക്കെ, അത് നോർമൽ ക്രിസ്റ്റൽസ് ആണ്. എന്നാൽ നമുക്ക് അതിനെ ട്യൂൺ ചെയ്ത് പ്ലാസ്റ്റിക്കലി നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രിസ്റ്റൽസ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമുക്ക് അതിന്റെ ക്രിസ്റ്റൽ പാക്കിങ്ങും ഇന്ററാക്ഷൻസും നമുക്ക് മോഡുലേറ്റ് ചെയ്ത് നമുക്ക് അതിനെ പ്ലാസ്റ്റിക്കലി ബെൻഡബിൾ ക്രിസ്റ്റൽസ് ആയിട്ട് നമുക്ക് മോഡുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കലി മാത്രമല്ല, നമുക്ക് ഇലാസ്റ്റിക്കലി ബെൻഡബിൾ ക്രിസ്റ്റൽസ് ആയിട്ട് നമുക്ക് മോഡുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിനകത്ത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ക്രിസ്റ്റൽസിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് മോഡുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് സോലിബിലിറ്റി സ്റ്റഡീസ് എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നമ്മളൊരു ഫാർമസ്യൂട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ അറൌണ്ട് 90% ഓഫ് ദ ഡ്രഗ്സ് ആർ ഫോർമുലേറ്റഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിലാണ് ഫോർമുലേറ്റ് ചെയ്യുക. അതിനകത്ത് തന്നെ മോസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ് ദേ ആർ ഫോർമുലേറ്റഡ് ആസ് ടാബ്ലറ്റ്സ്. പക്ഷേ ഇതിന്റെ എല്ലാത്തിന്റെയും എഫിക്കസി എന്ന് പറഞ്ഞാൽ, ഡ്രഗിന്റെ ആക്ടിവിറ്റിയുടെ എഫിക്കസി എന്ന് പറഞ്ഞാൽ അതിന്റെ വാട്ടർ സോലിബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ അറിയാം, നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് 70% ഡിസൈനൽ സ്റ്റേജിൽ ഇരിക്കുന്ന ഓൾമോസ്റ്റ് 70% ഓഫ് ഡ്രഗ്സും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. അപ്പോൾ അതിന്റെ വാട്ടർ സോലിബിലിറ്റി വളരെ കുറവാണ്. സോ വി ക്യാൻ മോഡുലേറ്റ് ദ ക്രിസ്റ്റൽ പാക്കിംഗ് യൂസിങ് മൾട്ടി കമ്പോണന്റ് സിസ്റ്റംസ്. അതായത് ഇന്ററാക്ഷൻസ് മോഡുലേറ്റ് ചെയ്ത് അതിന്റെ ക്രിസ്റ്റൽ പാക്കിംഗ് മോഡുലേറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ സോലിബിലിറ്റിയെ പല മടങ്ങ് വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഫ്ലൂറസെന്റ് മെറ്റീരിയൽസിന്റെ എമിഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ കമ്പൗണ്ടിന്റെ കാര്യം ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പോൾ ഇത് ഓറഞ്ച് കളേർഡ് കമ്പൗണ്ട് ആണ്. അതിന്റെ പ്രിസ്റ്റൈൻ സ്റ്റേറ്റിൽ അത് ഒരു ഓറഞ്ച് എമിഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു കമ്പൗണ്ട് ആണ്. നമുക്ക് അതിന്റെ നോൺ കോവാലന്റ് റീജിയൻ, അതിന്റെ മെയിൻ ഫ്രെയിംവർക്ക് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. ഈ ഒരു കേസിൽ നമുക്ക് മെയിൻ ഫ്രെയിംവർക്കിന് മോളിക്യൂളിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ ഇന്ററാക്ഷൻസും പാക്കിങ്ങും മാത്രം മോഡുലേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഡിഫറെന്റ് കളേഴ്സിലേക്ക് നമുക്ക് അതിന്റെ എമിഷൻ ക്യാരക്ടറിസ്റ്റിക്സ് മോഡുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ഓഫ് റിസർച്ച് ആണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. അതായത് ഒരേ കമ്പൗണ്ട് പല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുക, ക്രിസ്റ്റലൈസ് ചെയ്യുക. അപ്പോൾ അതിന് ഫോർ എക്സാമ്പിൾ ഇതൊരു അലോട്രോപ്പ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗ്രാഫൈറ്റ് ഡയമണ്ട് എന്നുള്ള എക്സാമ്പിൾ എടുത്തത്. ഗ്രാഫൈറ്റും ഡയമണ്ടും നിങ്ങൾക്ക് അറിയാം, സെയിം കാർബൺ മെറ്റീരിയൽ ആണെങ്കിലും അതിന്റെ ക്രിസ്റ്റൽ പാക്കിങ്ങും ഇന്ററാക്ഷൻസും ഡിഫറെന്റ് രീതിയിലാണ്. ഒരെണ്ണം വളരെ ലേഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് വളരെ സോഫ്റ്റും ആണ്, കണ്ടക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഡയമണ്ടിന്റെ കേസിൽ ഇത് വളരെ ഹാർഡാണ്, ഇൻസുലേറ്ററും ആണ്. അതുപോലെ തന്നെയാണ് ഓർഗാനിക് കമ്പൗണ്ടിലായാലും മെറ്റൽ ഓർഗാനിക് കമ്പൗണ്ടിലാണെങ്കിലും നമുക്ക് അതിന്റെ ഒരേ ക്രിസ്റ്റൽ ഒരേ കമ്പൗണ്ട് പല രീതിയിൽ പല ഫോമിൽ ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും. ഈ കമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ പെറ്റ് നെയിമാണ് റോയി എന്നുള്ളത്. റെഡ്, ഓറഞ്ച്, യെല്ലോ എന്നുള്ളതിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് റോയി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ കമ്പൗണ്ടിന്റെ ഈ ഒരു കൺഫർമേഷൻ ട്വിസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അനുസരിച്ച് അറൌണ്ട് 15ഓളം ക്രിസ്റ്റൽ ഫോംസ് അവൈലബിൾ ആണ് ഇതിന്. ഓക്കെ, അത് ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പാരസെറ്റമോളിന്റെ കേസ്. പാരസെറ്റമോൾ വളരെ കോമൺ ആയിട്ട് നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഡ്രഗ് കമ്പൗണ്ട് ആണ്. അത് 2 ക്രിസ്റ്റൽ ഫോമിലാണ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്. ഒന്ന് ഒരു മോണോക്ലിനിക് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ഫോമിൽ വളരെ സിഗ്സാഗ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. മറ്റേത് ഓർത്തോറോംബിക് ക്രിസ്റ്റലിൽ പ്ലെയിനാർ സ്ട്രക്ചറുമാണ്. ഇതിനകത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓർത്തോറോംബിക് ക്രിസ്റ്റൽസ് പ്ലെയിനാർ സ്ട്രക്ചേഴ്സ് വളരെ ഈസി ആയിട്ട് ടാബ്ലറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്റ്റൽ ഫോമാണ്. അതുപോലെയാണ് ഒരു എക്സാമ്പിൾ ആണ് ചോക്ലേറ്റ് എന്നുള്ളത്. നമ്മുടെ ചോക്ലേറ്റ് അതിനകത്ത് മെയിൻ കണ്ടന്റ് ആണ് കൊക്കോ ബട്ടർ. കൊക്കോ ബട്ടറിന് ക്രിസ്റ്റൽ ഫോം എന്ന് പറഞ്ഞാൽ 6 ക്രിസ്റ്റൽ ഫോം ആണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതായത് ചോക്ലേറ്റിനകത്ത് ഉപയോഗിക്കുന്ന കൊക്കോ ബട്ടർ എന്ന് പറയുന്നത് ഫോം 5 ആണ്, ഒരു മെറ്റാസ്റ്റേബിൾ ക്രിസ്റ്റൽ ഫോം ആണ്. അപ്പോൾ അത് ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 33.8 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അപ്പൊ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിന്റെ തൊട്ട് താഴെ നിൽക്കുന്നതുകൊണ്ട് അതിന് നമ്മുടെ വായിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് മെൽറ്റ് ചെയ്യാനും അതിനൊരു സ്മൂത്ത് ടെക്സ്ചറും ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, പക്ഷെങ്കിൽ അത് നമ്മളിപ്പം ഒരു 36 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഇപ്പൊ കടയിലൊക്കെ വെക്കുകയാണെങ്കിൽ എല്ലായിടത്തും മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ 36 ഡിഗ്രി സെന്റിഗ്രേഡ് ആകുമ്പോഴത്തേക്ക് അത് ഹയർ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറുകയും ചെയ്യും. പക്ഷെങ്കിൽ ആ കേസിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം
അതിന്റെ ടെക്സ്ചർ കംപ്ലീറ്റ് ഹാർഡായിട്ട് മാറും. ടെക്സ്ചർ മാറും, ഹാർഡ് മാറും. നമ്മുടെ മെൽറ്റ് ചെയ്യാൻ നമ്മുടെ വായിൽ അത് മെൽറ്റ് ചെയ്യത്തില്ല. അത് നമ്മൾ കുറച്ച് പ്രയാസപ്പെട്ട് വരും നമ്മുടെ വായിലിട്ടത് മെൽറ്റ് ചെയ്യിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി സ്റ്റഡീസ്, അതായത് എങ്ങനെ ഒരു മെറ്റീരിയൽ സ്റ്റോർ ചെയ്യണമെന്നുള്ളതും ഈ പോളിമോർഫിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ നമ്മൾ പല പല ആസ്പെക്ട്സ് ആണ് സ്ട്രക്ചറൽ ഇൻഫർമേഷനിൽ വളരെ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇത് കാണിക്കുന്നത്. ഇത് ഒരു റോയൽ സൊസൈറ്റിയുടെ റിലീസ് ചെയ്ത ഒരു അനിമേറ്റഡ് വീഡിയോ ആണ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്രിസ്റ്റലോഗ്രഫി പ്രമാണിച്ച്. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സംക്ഷിപ്തമായിട്ട് കാണിച്ച ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത്. Water boiled at 100 degrees and methane at -161. Why blood is red and grass is green. Why diamond is hard and plant soft. Why glaciers grow and iron gets hard when you have it hot. The answers to all these problems have come from structural analysis. That's how the Nobel Prize winner Max Perutz summed up X-ray crystallography. Never heard of it? Don't worry, not many people have. It is arguably one of the greatest innovations of the 20th century. 28 Nobel Prizes have been awarded to projects related to crystallography. And the very first of those is where it all began. It's now 100 years since, following early work by Max von Laue, the first structures were determined by father and son team William and Lawrence Bragg. In 1913, they fired a narrow beam of X-rays at a humble salt crystal and photographed the diffraction pattern as the crystal split the beam into many rays. Lawrence soon realized that this pattern held the clues to the atomic structure of the crystal itself. The equation he developed, Bragg's law, made it possible to work out how the spots in the diffraction pattern are related to the specific arrangement of atoms in the crystal. 2 years on, and the Braggs were awarded the Nobel Prize. Impressive stuff. Not only that, the Braggs mentored a dream team of crystallographers who went on to work out the structures of a huge range of organs. Kathy Lonsdale, J.D. Burnell, Dorothy Hodgkin, to David Phillips, John Kendrew, and Max Perutz. Remember him? Glass frozen from each other. Even helped map the structure of DNA, probably the most famous result of X-ray crystallography. Today, the work hasn't stopped. Crystallography remains the foremost technique for working out the atomic structures of almost anything, which is very useful for finding out why things behave the way they do. From the metallic structure of the blades of a jet turbine to the immune system fighting off viruses. Turns out, Max was right. Modern crystallographers are doing exactly the same thing as the Braggs, just at a larger scale with more sophisticated mathematical methods and more impressive machines. Crystallography is even reaching beyond our planet. The Curiosity rover is now performing X-ray diffraction analysis of its own crystal. Back on it. There are still many thousands of complex molecules to double more questions to answer.